1940-45 കാലഘട്ടങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നുവല്ലോ. 6 മില്യൺ ജൂതന്മാർ അദ്ദേഹം വെടിവെച്ചു വന്നു, പട്ടിണിക്കിട്ട് വന്നു, കൂട്ടക്കുരുതി നടത്തി, വംശഹത്യ നടത്തി. 60 ലക്ഷം ആളുകളെ, 6 മില്യൺ ആളുകളെ. എന്നിട്ട് ആ ഒരു യുദ്ധം നടക്കുമ്പോ അവരിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ ഈ പ്രയാസം സഹിക്കവയ്യാതെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈ ജൂതന്മാരായ ആളുകള് അഡോൾഫ് ഹിറ്റ്ലറുടെ ആ ഒരു സങ്കേതത്തിൽ വെച്ചുകൊണ്ട്, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചുകൊണ്ട് കറപുരണ്ട ചോരയുമായിട്ട് അവർ മതിലിൽ എഴുതി വെച്ച ഒരു വർത്താനുണ്ട്: ഇഫ് ദർ ഈസ് ഗോഡ്, ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയുമേറെ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്, എന്നിട്ടും എന്തേ ആ ദൈവം ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തത്? അവനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ആ ദിവസം ഞങ്ങളെയല്ല ദൈവം ചോദ്യം ചെയ്യുന്നത്, ഞങ്ങൾ ആ ദൈവത്തിനെ ചോദ്യം ചെയ്ത് കളയുമെന്ന് അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് വലിച്ചെറിഞ്ഞ ആ ജൂതന്മാരുടെ സംഭവം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോ എല്ലാ വീടും നഷ്ടപ്പെട്ട്, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട്, ആരുമില്ലാത്ത ആ നാട്ടിൽ അവരിപ്പോഴും അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയാണ്. അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീ വലിയവനാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഭക്ഷണമില്ല, അവർക്കൊന്ന് ചികിത്സിക്കാനുള്ള ആശുപത്രികൾ പോലും അവർ നശിപ്പിച്ചു കളയാണ്. എന്നിട്ടും അവർ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. അവരുടെ ഈമാനിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിലുള്ള ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ഇടങ്ങേറ് സഹിച്ചിട്ടും ഈ മതത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെന്താ ഇട്ടെറിഞ്ഞു പോകാത്തത്? നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ ആക്രമണങ്ങളൊക്കെ നേരിടുന്നത് എന്ന് ചോദിച്ചപ്പോ, ഈ വിശ്വാസമാണ് വീണ്ടും ആർജവത്തോടെ മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ ആ ഗസയിലുള്ള മക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. എത്രമേൽ പ്രയാസങ്ങൾ അവർ സഹിച്ചു. 77 വർഷമായി അവർ ഈ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.